ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെജിറ്റബിൾ കുറുമയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള പച്ചക്കറികൾ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്ന എല്ലാം ഇല്ലയെന്ന് കരുതിയിട്ട് ഉണ്ടാക്കാതിരിക്കരുത്. അപ്പോൾ നമുക്ക് കുറുമ ഉണ്ടാക്കാൻ വേണ്ടത് കുറച്ച് ഗ്രീൻ പീസാണ്. അപ്പോൾ നമ്മളിതൊന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തിയെടുക്കണം. നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ഉണ്ടാകാൻ മറന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളത്തിലിട്ടാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കുതിർന്ന് കിട്ടിക്കോളും. ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. പിന്നെ വേണ്ടത് കോളിഫ്ലവർ. അപ്പോൾ നമ്മളടുത്ത് ഉള്ള ഏത് വെജിറ്റബിൾസാണുള്ളത് അത് എടുത്താൽ മതി. ഞാൻ കോളിഫ്ലവറും പിന്നെ അത് ക്യാപ്സിക്കം പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ്, ഉള്ളി, പിന്നെ ക്യാരറ്റ്, ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാണ് വേണ്ടത്, നമ്മൾ തക്കാളി ഇടണില്ല. തക്കാളി ഇടാതെ തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ പുളിയില്ലാത്ത തൈര് എടുത്താൽ മതി. നല്ല പുളിയില്ല തൈര് എടുക്കരുത്. അപ്പോൾ ഇത്രയും സാധനമാണ് വേണ്ടത്. പിന്നെ നമ്മളിതൊക്കെ തേങ്ങാപ്പാലിന് പകരം തേങ്ങയാണ് അരച്ച് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ തേങ്ങാ പൗഡർ പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടണ ഈ തേങ്ങയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു വലിയ മുറി തേങ്ങ എടുത്താൽ മതി. പിന്നെ അതിക്ക് വേണ്ടത് കുരുമുളകും ഒരു പട്ടൻ്റെ ചെറിയൊരു കഷ്ണം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം. അപ്പോൾ ഇതൊന്ന് കുറുമ ഒന്ന് കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ടാൽ നല്ല ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ ഇത് കയ്യിലുണ്ടെങ്കിൽ ഇതെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ അണ്ടിക്കണ്ണെന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും ഒരു സാധനം. അത് നമ്മൾ നാട്ടിലൊക്കെ കുറുമ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു സാധനം ഇടലുണ്ട്. അപ്പോൾ അത് വാങ്ങിയാലും മതി. ഉപ്പ് വേണം. അപ്പോൾ ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കാറ്. പിന്നെ നമുക്ക് വേണ്ടത് എണ്ണയാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. ഇനി നമ്മൾ അരിഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങും പിന്നെ ഗ്രീൻ പീസും ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. അതിക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ മഞ്ഞളും മുളകും ഒന്നും ഇടണ്ട. ഇത് വെള്ള കളറിലാണ് ഞാൻ കുറുമ ഉണ്ടാക്കുന്നത്. കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ വെക്കുക. അപ്പോഴത്തേന് ഇത് വെന്തിട്ടുണ്ടാകും. അപ്പോൾ ഇനി ഈ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും വേകുന്ന ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ബാക്കി വെജിറ്റബിൾസ് കട്ട് ചെയ്യുക, പിന്നെ തേങ്ങ അരച്ചെടുക്കുകയൊക്കെ ചെയ്യുക. നമുക്ക് തേങ്ങ അരച്ചെടുക്കാൻ ഒരു മിക്സിൻ്റെ ജാർക്ക് തേങ്ങയും കുരുമുളകും പട്ടി ഇട്ട് കൊടുക്കുക. തേങ്ങ അരക്കണേക്ക് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും പിന്നെ അതുപോലെ നമ്മളെടുത്ത തൈരും ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. കുറുമയ്ക്കുള്ള എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെല്ലുള്ളി അരിഞ്ഞു വെച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ക്യാരറ്റും കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചട്ടി ഒന്ന് അടച്ചു വെച്ചിട്ട് ഈ ഇതോടൊപ്പം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ കോളിഫ്ലവറും ഇതൊക്കെ ക്യാരറ്റും ഒന്നും വെന്തോട്ടെ ചെറുതായിട്ട്.
ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും വേവിക്കാൻ വെച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതുകൊണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇട്ട ക്യാപ്സിക്കം പെട്ടെന്ന് വേഗം നമ്മൾ ഈ കറി ഒന്ന് തിളച്ചിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേനും അത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ നല്ല വെന്തതിൻ്റെ സ്മെല്ല് അതിൻ്റെ രസം പോകും. അതുകൊണ്ടാണ് ഇട്ടപ്പോൾ തന്നെ കറി അതിൻ്റെ തേങ്ങ ഇതൊക്കെ ഒഴിച്ചത്. ഈ കറി ഒന്ന് തിളച്ച് വന്നോട്ടെ. കറി തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മല്ലിയിലല്ലേ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് തീയാണ് ഓഫാക്കുക. നമ്മൾ ഇപ്പോൾ ചൂട് കൊടുക്കാനാകുമ്പോൾ ഇത് നല്ല ചാറോടെ തോന്നെങ്കിലും പിന്നെ നമുക്കിത് ചൂടാറിയാൽ കുറുകി വന്നിട്ടുണ്ടാകും, നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ കറി അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ കറി അതിലിരുന്ന് തിളച്ചിട്ട് നല്ല കുറുകിന്ന് ഭക്ഷണം കഴിക്കാനായപ്പത്തിന്. അപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കണോല് കുറച്ച് ലൂസാക്കിക്കൊണ്ട് നമ്മൾ സാധാ കുക്കറിലൊക്കെ ഉണ്ടാക്കണേക്കാളും, കാരണം മൺചട്ടി പിന്നെയും നല്ല ചൂടോടെ ഇരിക്കുമായിരിക്കുമല്ലോ.